ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഞാൻ അൻഷ വർഗീസ്, നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചറാണ്. എൻ്റെ വീട് കോഴിക്കോട്. വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കൾ, 8ലും 2ലും പഠിക്കുന്ന 2 മക്കൾ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോഴ്സുകളെ കുറിച്ചും നമ്മുടെ സ്കൂളിനെ കുറിച്ചും സ്കൂളിലെ കാര്യങ്ങളെ കുറിച്ചും. നിങ്ങൾ കുറേ പേര് എന്നെ ചിലപ്പോൾ നേരെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ എന്നെ കണ്ടിട്ടുണ്ടാവും, ഗൂഗിൾ മീറ്റിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 3 കൊല്ലമായി ഞാൻ നിങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പോൾ നമുക്ക് കോഴ്സുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണാം. നമ്മുടെ കോഴ്സിന്റെ പേര് ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്നാണ്. അത് നമ്മുടെ സ്കൂളിലെ കഴിഞ്ഞ കൊല്ലം വരെ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് എന്ന കോഴ്സിന്റെ പുതിയ പേരാണ് ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്. അതിന്റെ മുൻകാലങ്ങളിൽ അതിന്റെ പേര് ഓഫീസ് സെക്രട്ടറിഷിപ്പ് എന്നായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളോ അയൽക്കാരോ കുട്ടികളോ ഈ കോഴ്സ് പഠിച്ചവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് എന്ന കോഴ്സിന്റെ പുതിയൊരു പേരാണ് എന്ന് മനസ്സിലാക്കുക. ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതൊരു കൊമേഴ്സ് കോഴ്സാണ്. കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞിരുന്നു. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കോഴ്സിൻ്റെ പേര് ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബൌട്ട് ദ കോഴ്സ്, ഇനി കോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അബൌട്ട് ദിസ് കോഴ്സ്, ആഫ്റ്റർ ദിസ് കോഴ്സ് യു വിൽ ബി ഏബിൾ ടു ഡു ഓൾ ഓഫീസ് വർക്ക് ഇൻ കമ്പ്യൂട്ടർ ആൻഡ് മാനുവലി. An office operations executive is a person who assists the manager in all the office work. മുകളിൽ നമ്മൾ കണ്ട വീഡിയോയിൽ നിങ്ങളുടെ കോഴ്സ് എന്താണ്, കോഴ്സിൻ്റെ അംഗീകാരം എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ നടക്കുന്ന എല്ലാ ജോലികളും ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ രജിസ്റ്റർ എഴുതുക, ഫോംസ് ഫില്ല് ചെയ്യുക, അത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുക, കമ്പ്യൂട്ടറിന് പ്രിൻ്റ് എടുക്കുക, സേവ് ചെയ്തത് തിരിച്ചെടുക്കുക, അതുപോലെ പിന്നെ ഫയലിങ്, അങ്ങനെ കത്തിടപാടുകൾ നടത്തുക. അങ്ങനെ ഒരു ഓഫീസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, an office operations executive is a person who assists the manager in all the office work. ഒരു മാനേജർ, ഒരു ഓഫീസിലെ ഹെഡ് എന്ന് പറയുന്നത് മാനേജറാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിലെ ഓഫീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെതാണെങ്കിൽ മാനേജർ, ഒരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ആണെങ്കിൽ വില്ലേജ് ഓഫീസർ. അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ഓഫീസുകളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ആ ഒരു ഓഫീസിലെ ഹെഡിനെ സഹായിക്കുന്ന, എല്ലാ ജോലികളും ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണെന്ത്, ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്. ആ മാനേജറെ അയാളെ ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ആളായിട്ട് മാറാൻ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സാധിക്കും. അതിന് ഈ കോഴ്സ് NSQ കോഴ്സിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം വരെ ഉള്ളതിലും പ്രാക്ടിക്കൽ അധിഷ്ഠിതമായ ഒരു കോഴ്സാണ് നമ്മുടെ കോഴ്സ്. ഒരു മോഡേൺ ഓഫീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും കണ്ടില്ലേ? ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കോഴ്സ് പുതിയതായിട്ട് തുടങ്ങുന്നതാണ്. കേരളത്തിൽ ഈ കൊല്ലം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള തിയറി ഭാഗങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ. അതിന് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പഠിച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ വരും. അപ്പോഴാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുക. അതിന് പഠിക്കാൻ വരുന്ന ഏരിയാസാണ്. ഒന്ന് ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം, ആ സ്ഥാപനം എന്താണ്, ആ സ്ഥാപനത്തിൽ നമ്മൾ പിന്നെ പലതരം സ്ഥാപനങ്ങളുണ്ട്, അവിടുത്തെ ജോലികൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, അങ്ങനെ
ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഓഫീസിനെ കുറിച്ചോ അവിടുത്തെ പല ഘട്ടങ്ങളും പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ ഫോംസ്, നിങ്ങൾക്കറിയാം ഫോംസ് എന്താണ്. നിങ്ങളിപ്പോൾ എത്രയോ ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തത് അല്ലേ? എത്രയോ ഫോം ഫില്ല് ചെയ്തു ഈ അഡ്മിഷൻ എടുക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഫോംസ് എങ്ങനെ ഫില്ല് ചെയ്യുക, അതെങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുക, കമ്പ്യൂട്ടറിൽ നിന്ന് ഫോമിൽ നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കാം, പ്രിൻ്റ് എടുക്കാം, പിന്നെ ഫോംസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ബാങ്ക് ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ആണെങ്കിൽ അവിടെ പാസ്ബുക്കിന് ഒരു ഫോമാണ്, പൈസ വിഡ്രോ ചെയ്യാനൊരു ഫോമാണ്, പൈസ ഡിപ്പോസിറ്റ് ചെയ്യാനൊരു ഫോമാണ്. അപ്പോൾ ഈ ഫോമിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കണം. പിന്നെ ഓഫീസ് ആക്ടിവിറ്റീസ്, ഓഫീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രിൻറ്റിങ്, ഫയലിംഗ്, ഡാറ്റ എൻട്രി, അങ്ങനെ പോയിട്ട് ഓഫീസിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഓഫീസിൽ ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരം ആശയവിനിമയങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്, ഡിവൈസസ് ഉണ്ട്. എന്താ മെത്തേഡ്സ്, ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള ആശയവിനിമയങ്ങളുണ്ട്. ആശയവിനിമയത്തിന് പല ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാനുണ്ടാവും. പിന്നെ നമ്മൾ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിലെ ആളുകളുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്ഥാപനവും പുറത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു ഓഫീസിൽ ആശയവിനിമയം എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പഠിക്കണം. ദെൻ ഹെൽത്തി ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ്, ഒരു ഓഫീസിൽ ഉള്ള ആളുകളുടെ ആരോഗ്യവും സുരക്ഷയും. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ഓഫീസും പോകുന്നത്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്, ഫയർ വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം, വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഓഫീസിൽ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരുടെ ആരോഗ്യവും സുരക്ഷയ്ക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നു. പിന്നെ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഇത് കഴിയുമ്പോഴേക്കും വളരെ നല്ല ഒരു പ്രൊഫഷണലാവും. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, ജോലി ചെയ്യാനുള്ള ഒരു ആൾ. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാൻ പോകാം, ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകാം, അത് വേറെ കാര്യം. അതല്ലാതെ തന്നെ എനിക്കൊരു ജോലി ചെയ്യാൻ കഴിയും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം, അത് നേടാൻ വേണ്ടി നമുക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ആളുകളോട് ഇടപെടണം, ആളുകളോട് സംസാരിച്ച ശീലം വേണം, പിന്നെ മറ്റുള്ളൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ള ശീലം വേണം. അതൊക്കെ നമ്മൾക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയും. പിന്നെ ഒന്നുള്ളത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാലും ഇതേപോലെയാണ്. ഒരു ഓഫീസും അവിടുത്തെ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, ആ ഓഫീസും പുറത്തുള്ള ആളുകളുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്. അതുപോലെ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മളിപ്പോൾ അറിയാറുണ്ട്. നമ്മളുടെ സ്കൂളിൻ്റെ വക, നമ്മൾ NSSൻ്റെ വക പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കിൻ്റെ വക ബസ് സ്റ്റോപ്പ് നിർമ്മാണം, അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ എന്തിനുള്ളതാണ്? പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിയറി പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? സ്ഥാപനത്തെക്കുറിച്ച്, ഫോംസിനെ കുറിച്ച്, ഓഫീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തെക്കുറിച്ച് പഠിക്കും. ദെൻ ഹെൽത്തി ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ്, ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നല്ലൊരു പ്രൊഫഷണലാവാൻ, നല്ലൊരു ഉദ്യോഗസ്ഥനാവാൻ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ. ദെൻ പബ്ലിക് റിലേഷൻ, പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിൽ നമ്മൾ MS വേർഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പഠിക്കും. നിങ്ങൾക്കറിയാം ലെറ്റേഴ്സൊക്കെ ചെയ്യുന്ന വേർഡ്. നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിച്ചതാണെങ്കിൽ ലിനക്സ് റൈറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. ദെൻ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ്, അതിൻ്റെ ലിനക്സും നിങ്ങൾ ചിലപ്പോൾ രണ്ടും നമ്മൾ പഠിക്കാറുണ്ട്. ഇതുവരെയുള്ള സെക്കൻഡ് ഇയേഴ്സിന് നമ്മൾ രണ്ട് സോഫ്റ്റ്വെയറും പഠിപ്പിക്കാറുണ്ട്. പവർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജിംബായിരിക്കും, നിങ്ങൾ സ്കൂളിൽ പഠിച്ച ജിംബ്. പിന്നെ MS Excel, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയറാണ് MS Excel. കണക്കുകൾ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് MS Excel. പിന്നെ
MS ആക്സസ്, അത് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനും കുറേ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് MS ആക്സസ്. പിന്നെ ഒരു ഓഫീസിലേക്ക് ആവശ്യം വേണ്ട ഒന്നാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. DTP ഇതിൽ 3 സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കാറുണ്ട്. പേജ് മേക്കർ, കോറൽ ഡ്രോ, ഫോട്ടോഷോപ്പ്. ഇത് 3ഉം പിന്നെ നമ്മൾ ഈ ബ്രൗഷേഴ്സ്, നോട്ടീസ്, അതുപോലെ വെഡ്ഡിങ് കാർഡ്സ്, ഇൻവിറ്റേഷൻ കാർഡ്സ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഡിസൈനിങ് പഠിക്കുന്നതാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. ഇത്രയും സോഫ്റ്റ്വെയർസാണ് നമ്മൾ പഠിക്കാറ്. പിന്നെ ഓൾ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നീഡഡ് ഇൻ ആൻ ഓഫീസ്, ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫോംസിൻ്റെ ഡാറ്റ എൻട്രി, ആ ഫോംസിൻ്റെ പ്രോസസ്സിങ്, ആ ഫോമിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും ചെയ്യേണ്ടത്. പിന്നെ റെക്കോർഡ് വർക്കുകൾ ഉണ്ടാവും, കുറേ പ്രാക്ടിക്കലായിട്ടുള്ള റെക്കോർഡ് വർക്കുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങളൊരു ഓഫീസായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ക്ലാസ്സിലിരുന്ന് അത് ക്ലാസ്സിലെ വർക്ക് ഓഫീസായിട്ട് തന്നെ അവിടെ ഒരു റോൾ പ്ലേ പോലെ ഓഫീസിലെ ആളുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഓഫീസിലുണ്ടാകുന്ന രജിസ്റ്റേഴ്സൊക്കെ നമുക്ക് സ്കൂളിലിരുന്ന് എഴുതേണ്ടി വരും. അതായത് ചില പ്രാക്ടിക്കലായിട്ട് ചില റെക്കോർഡ് ബുക്കുകൾ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസും ഇവിടെ വരുന്നുണ്ട്, ഓഫീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ്, വേർഡ്, പവർ പോയിൻ്റ്, എക്സൽ, ആക്സസ്. പിന്നെ DTP ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്, പേജ് മേക്കർ ഉണ്ട്, കോറൽ ഡ്രോ ഉണ്ട്, ഫോട്ടോഷോപ്പ് ഉണ്ട്. പിന്നെ ഓൾ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നീഡഡ് ഇൻ ആൻ ഓഫീസ്, ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഓഫ്ലൈനായിട്ടും, അതായത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്കുകൾ ഉണ്ടാവും. കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്ക്, അതല്ലാതെ നമ്മൾ ചെയ്യുന്ന റെക്കോർഡ് വർക്കുകൾ ഒക്കെ നമുക്ക് എന്ത് വരും, പ്രാക്ടിക്കലിൽ വരും. ഓക്കെ, സബ്ജക്ട്സ്. ഇനി നിങ്ങൾ പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് പറയുന്നത്. പാർട്ട് 1 ഇംഗ്ലീഷ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഇംഗ്ലീഷ് അറിയാം. +2 അതേ ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ഇംഗ്ലീഷ് നമുക്ക് ക്ലാസ് തുടങ്ങി. നിങ്ങൾക്ക് ഡോവർ ബീച്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്തുക്കുട്ടി സാറാണ്. സാറ് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ആ ഗ്രൂപ്പിൽ, ഇംഗ്ലീഷ് ക്ലാസ്സാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇംഗ്ലീഷിന് നിങ്ങളൊരു നോട്ട് വയ്ക്കുക. സാറ് പറഞ്ഞു 2 നോട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇംഗ്ലീഷ് പോവുക. +2 അതേ ടെക്സ്റ്റാണ്, അതേ സിലബസാണ്. അതുപോലെ എക്സാമും ഹയർ സെക്കൻഡറിയുടെ എക്സാം നടക്കുന്ന അതേ ദിവസം അതേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എക്സാം വരുന്നത്. പിന്നെ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്താണത്? ടീച്ചർ പഠിപ്പിക്കും. സംരംഭകത്വ വികസനം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ എന്താണ് സംരംഭകൻ എന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്ന ആളെയാണ് നമ്മൾ സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം, ഒരു ഓഫീസൊക്കെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ്, എന്തിൻ്റെങ്കിലും ഒരു ഓഫീസ് തുടങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കോഴ്സാണ് എന്ത്, സംരംഭകത്വ വികസനം. അതിന് ടീച്ചർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചറുടെ പേരാണ് സുഹറ ടീച്ചർ. നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്ന, ഞാനും നമുക്കൊരു ഇൻസ്ട്രക്ടറുണ്ട്, അനിൽ സാറ്, ഷീബ ടീച്ചറും. അത് അവർ പഠിപ്പിക്കുന്നതാണ്, ഞാനും കൂടെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ ബിന്ദു ടീച്ചറുണ്ട്. വൊക്കേഷണൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ പാർട്ട് 3 വരുന്നതാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പം അത് കൊമേഴ്സിലെ +2 കൊമേഴ്സിലെ ഒരു സബ്ജക്റ്റാണ്. നമ്മൾക്ക് പിന്നെ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഫൈസൽ സാറാണ്. സാറ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സാറ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിന് ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്കൊക്കെ വാങ്ങുക, ചെയ്യുക. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഈ പറഞ്ഞ പോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ അതേ പരീക്ഷ, അതേ ദിവസം അതേ പരീക്ഷ, അതേ ടെക്സ്റ്റ്, സിലബസ്. ഓക്കെ, ഇനി അക്കൗണ്ടൻസി നിങ്ങൾക്ക് എടുക്കുന്നത് സംഗീത ടീച്ചറാണ്. സംഗീത ടീച്ചർ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതും ഹയർ സെക്കൻഡറിയുടെ സബ്ജക്റ്റാണ്. ഹയർ സെക്കൻഡറിയുടെ അതേ സിലബസും പരീക്ഷയും. മാനേജ്മെൻറ്റ്, ലാസ്റ്റ് സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെടുക്കുന്നത് ശ്രീജ VS എന്ന് പറഞ്ഞ ടീച്ചറാണ്. ശ്രീജ ടീച്ചറാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ.
അപ്പോൾ നമുക്ക് ക്ലാസ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്ലാസ് ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമുള്ള നിർദ്ദേശങ്ങൾ ഇടുന്നത് ക്ലാസ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. പിന്നെ ഈ സബ്ജക്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, 2-3 കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ ഫിസിക്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബയോളജി ഗ്രൂപ്പിലൊക്കെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. ഇപ്പോൾ 2 ദിവസം മുമ്പ് കൂടി ഞാനും ശ്രീജ ടീച്ചറും നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് തന്നതാണ്. അപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നിങ്ങൾ ആ വേറൊരു ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്തത്. ഇനി അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഒരു അശ്രദ്ധ മൂലം അങ്ങനെ ഉണ്ടാവരുത് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഇംഗ്ലീഷ് ED അത് കോമൺ ആണ്. സയൻസും നിങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേറെ തന്നെ ഗ്രൂപ്പ് ഉണ്ട്. വൊക്കേഷണൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ അത് നിങ്ങൾ മാത്രം പഠിക്കുന്നതാണ്. OFEൻ്റെ തിയറി പ്രാക്ടിക്കൽ നിങ്ങൾ പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ് അത് കൊമേഴ്സ് കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതാണ്. ബിസിനസ് സ്റ്റഡീസ് നിങ്ങളും BCBF എന്ന് പറയുന്ന കോഴ്സിലുള്ള കുട്ടികളും CAAP എന്ന് പറയുന്ന കോഴ്സിലുള്ള കുട്ടികൾ, ഇവർ 3 കോഴ്സിലുള്ള കുട്ടികളും പഠിക്കുന്നതാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പഠിക്കുന്നതാണ്. അതായത് അസിസ്റ്റൻറ്റ് ഫാഷൻ ഡിസൈനർ, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ, ഇവർ 2 പേരും പഠിക്കുന്ന കോഴ്സുകളാണത്. അപ്പോൾ ഒരിക്കലും ഇനി അങ്ങനെ ഒരു തെറ്റ് നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഒരു OFEയിൽ കുട്ടി ഇനി അങ്ങനെ ഒന്ന് കയറി ചെയ്തു എന്ന് പറയുന്നത് ഇനി ഉണ്ടാവരുത്. അപ്പം നമ്മളിപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിൽ കാര്യങ്ങൾ നടത്തുന്നതും ഒക്കെ വളരെ ഗൗരവമായിട്ടാണ്, വളരെ ഗൗരവത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ ടീച്ചറുടെ ക്ലാസ്സാണ്, ഒറിജിനൽ ക്ലാസ്സാണ് എന്നുള്ള സങ്കല്പത്തിൽ ആക്ച്വലി അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങളും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രയോ പ്രതീക്ഷകളോടുകൂടി നിങ്ങളുടെ ഭാവിയിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. സയൻസ് എടുക്കേണ്ടവർ സയൻസ് എടുത്തു, കൊമേഴ്സ് എടുക്കേണ്ടവർ കൊമേഴ്സ് എടുത്തത് വെറുതെ അല്ല, നല്ലൊരു ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് കൊമേഴ്സ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BComന് പോകണം, BBAക്ക് പോകണം, അത് കഴിഞ്ഞ് MBA ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ MCom ചെയ്യണം, CA ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്നവരാണ്. അപ്പോൾ നിങ്ങളത് പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ സബ്ജക്ട്സ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ വിഷയത്തിനുള്ള മാർക്കുകൾ നോക്കാം. അപ്പം പിന്നെ ഇംഗ്ലീഷിന് TE അതായത് എഴുതുന്ന നിങ്ങൾക്കറിയാം, TE CE ഒക്കെ നിങ്ങൾക്കറിയില്ലേ. അപ്പം എഴുതുന്ന പരീക്ഷ 80 മാർക്കിലാണ്. അപ്പം പിന്നെ 20 മാർക്കിൽ CE മാർക്ക് ഉണ്ടാവും. 20 ടോട്ടൽ 100ലാണ്. ഫസ്റ്റ് ഇയറിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതും നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചതിന് വിഭിന്നമായിട്ട് നിങ്ങൾക്ക് TE എന്ന് പറയുന്ന ടെർമിനൽ ഇവാലുവേഷൻ കിട്ടുന്ന മാർക്കിൻ്റെ 30% ഉണ്ടെങ്കിലേ പാസ്സാവാൻ പറ്റുള്ളൂ. TEയും CEയും കൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റില്ല. 80ൽ 30 കിട്ടിയാലേ അല്ലെങ്കിൽ 80ൻ്റെ 30%, 24 മാർക്ക് കിട്ടിയാലേ പാസ്സാകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും എന്ത് വേണം, 80ൽ 80 മാർക്ക്, TE CE 20 മാർക്ക് 100ലാണ്. OFE തിയറി 50 മാർക്കിലാണ്. അത് നമ്മൾ പുതിയ സബ്ജക്റ്റ് പുതിയ സിലബസ് പ്രകാരം അങ്ങനെയാണ്, 50 മാർക്കിലാണ്. OFE പ്രാക്ടിക്കലും 50 മാർക്കിലാണ്. അത് OFE പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പുറത്ത് നിന്ന്, അതായത് കേരളത്തിൽ നിന്നും പുറത്ത് നിന്ന് ആൾ വന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കും. ദെൻ ബിസിനസ് സ്റ്റഡീസ് അതിന് 80 മാർക്ക്, ദെൻ CE 20 മാർക്ക്. അപ്പോൾ 30 മാർക്ക് വേണം പാസ്സാകും. പിന്നെയുള്ളൊരു വ്യത്യാസമുള്ളൊരു മാർക്കാണ് അക്കൗണ്ടൻസിക്ക്. എന്താണെന്ന് വെച്ചാൽ 60 മാർക്കാണ് TEക്ക് വരുന്നത്, CEക്ക് 20 മാർക്കും 80 മാർക്ക്. അതായത് അടുത്ത കൊല്ലം പ്രാക്ടിക്കൽ ഉണ്ടാവും അക്കൗണ്ടൻസിക്ക്. അതുകൊണ്ടാണ് ഇക്കൊല്ലം നമ്മൾ 20 മാർക്ക് കുറച്ചത്. ആ 20 മാർക്ക് അടുത്ത കൊല്ലം പ്രാക്ടിക്കലിലേക്ക് പോകും. ദെൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, 80 മാർക്ക് TE, 20 മാർക്ക് CE, അങ്ങനെ 100 മാർക്ക്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിലെ നിങ്ങളുടെ മാർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ മാർക്കുകൾ എന്ന് പറയുമ്പോൾ ഇതിന് TEക്ക് 30% കിട്ടിയാലേ പാസ്സാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. TEയും CEയും കൂടെ കിട്ടിയാലല്ല പാസ്സാകുക. സ്കൂളിൽ നിങ്ങൾക്ക് 2ഉം കൂടിയായിരുന്നു പാസ്സാകുന്നത്. പക്ഷേ VHSC, ഹയർ സെക്കൻഡറി എന്നീ ക്ലാസ്സുകളിൽ
ടിക്ക് തന്നെ 30% മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാകുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കൽ മാത്രം ഒന്ന് നോക്കാം. പ്രാക്ടിക്കലിന് 50 മാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 50 മാർക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ 35 മാർക്കും പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ 15 മാർക്കും. അതിൽ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ 35 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ സ്കിൽ അസസ്മെൻറ്റ് 25 മാർക്ക്, ഓറൽ ടെസ്റ്റ് വൈവ 10 മാർക്ക്. അതായത് സ്കിൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് ടീച്ചർ വന്നിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ ചെയ്യിക്കും. ആ പ്രാക്ടിക്കൽ പരീക്ഷ ചെയ്യിക്കുന്നതിന് ആ ടീച്ചർ തരുന്ന മാർക്കാണ് 25 മാർക്ക്. പിന്നെ ഓറൽ ടെസ്റ്റ് 10 മാർക്ക്, അതായത് വൈവ നിങ്ങളെ ഇരുത്തി ആ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. അതാണ് വൈവ വരുന്നത്. അങ്ങനെയാണ് 35 മാർക്ക്. പിന്നെ 15 മാർക്ക് പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പോർട്ട്ഫോളിയോ പോലെ, ഒരു വലിയൊരു ഫയല് പോലെ, റെക്കോർഡ് പോലെ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്കുകളെല്ലാം ആ റെക്കോർഡിൽ ഒട്ടിച്ച് വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ അതിൽ എഴുതിച്ച്, അത് നമ്മുടെ ഞാൻ നേരത്തെ വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പോലെ തന്നെ ഒരു വർക്കാണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ദിവസം ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്കിൻ്റെ ഒരു റെക്കോർഡ്. ഫോട്ടോസ് ആവാം, പ്രിൻ്റ് ആവാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആവാം, ചിത്രങ്ങളാവാം, എല്ലാം നിങ്ങൾ അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നോട്ട്സ് എഴുതി വെച്ചിരിക്കണം. ആ റെക്കോർഡിനാണ് നമ്മൾ പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് 15 മാർക്ക് തരുന്നത്. അപ്പോൾ വൊക്കേഷണൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന 50 മാർക്ക് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ 35 മാർക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ നടത്തി തരുന്നതാണ്. അതിൽ 25 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയും 10 മാർക്കിന് വൈവയും, അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് നേരിട്ട് ചോദിച്ച ആൻസർ പറയും. ദെൻ 15 മാർക്ക് പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ. ആ 15 മാർക്ക് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ പോലെ നിങ്ങൾ റെക്കോർഡുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സ്കൂളിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 6 ദിവസം വെച്ചിട്ട് 2 കൊല്ലം 12 ദിവസം നിങ്ങൾ പുറത്ത് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളുടെ ട്രെയിനിങ് ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ പഠിച്ച ഓഫീസ് വർക്കുകൾ അവിടെ ചെയ്ത് നോക്കുക. അപ്പം അത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ കുട്ടികൾ പോവാറുണ്ട്. അപ്പോൾ ഇതുവരെ പോയ സ്ഥാപനങ്ങളിലായിരിക്കില്ല ഇനി പോകുക. വലിയ സ്ഥാപനങ്ങളിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളോട് പറയും നിങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ പോയാൽ മതി. അവിടെ പോയി അവിടുത്തെ ട്രെയിനിങ്, അവിടെ നിങ്ങൾക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പരിശീലനം കിട്ടും. ആ ഒരു വലിയൊരു പരിശീലന പ്രക്രിയയാണ്. അത് നല്ലൊരു അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനമൊക്കെ ആയിരിക്കും. പിന്നെ എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ, അത് നമ്മുടെ സ്കൂളിൽ ഇനി നടത്താൻ പറ്റും. അതായത് വിദഗ്ധമായിട്ട് തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാനേജ്മെൻറ്റ് രംഗത്ത് വിദഗ്ധർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി പിന്നെ നമ്മൾ വിജയിച്ച വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അവർ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ അതൊക്കെ ഒരു ഇൻ്റർവ്യൂ പോലെ എഴുതി ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് പ്രൊജക്റ്റ് വർക്ക് വരുന്നതാണ്. ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഏതെങ്കിലും വലിയ കമ്പനികളിലേക്ക് നിങ്ങളെ നമ്മൾ കൊണ്ടുപോകും. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അത് സ്കൂളിൽ നടക്കുന്നൊരു പ്രവർത്തനമാണ്. പിന്നെ എക്സ്പോ, നമ്മളുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പിന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന എക്സ്പോ ഉണ്ടാവും. പിന്നെ മേളകൾ, നിങ്ങൾക്കറിയാം സാധാരണ സ്കൂളിൽ നടക്കുന്ന മേളകൾ, ശാസ്ത്രമേള, പിന്നെ യുവജനോത്സവം, അല്ലെങ്കിൽ കലാമേള, സ്പോർട്സ്, ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ നടക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിലുള്ള വലിയൊരു സംഭവമാണ് NSS, നാഷണൽ സർവീസ് സ്കീം. യുവജനങ്ങളെ സേവനപാതയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭാരതത്തിലെ യുവതലമുറയെ നല്ലൊരു തലമുറയായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി
നമ്മളുടെ ദേശീയ യുവജനക്ഷേമ ബോർഡ് നടത്തുന്ന ഒരു വലിയ ഒരു സംരംഭമാണെന്ത് നാഷണൽ സർവീസ് സ്കീം. അതിൽ അംഗങ്ങളാവുന്ന കുട്ടികൾക്ക് വിദഗ്ധരുടെ ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, പല പല പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ അംഗങ്ങളാവാനുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് അംഗങ്ങളാവാനല്ല, തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തന്നിരുന്നു ക്ലാസ് ഗ്രൂപ്പിൽ. അപ്പോൾ അംഗങ്ങളാവാൻ താല്പര്യമുള്ള കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ സാറ് തിരഞ്ഞെടുപ്പിന് വേണ്ട പ്രക്രിയകളൊക്കെ അതിൽ തരും. അപ്പോൾ അതിന് കൂടി പോയി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യുക. പിന്നെ കരിയർ ഗൈഡൻസ് സെൽ, അത് നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ തരിക, അതുപോലെ പിന്നെ പരീക്ഷാ പേടി മാറ്റുന്നതിനുള്ള ക്ലാസ്സുകൾ തരിക, പിന്നെ കരിയർ ക്ലാസ്സുകൾ, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ള സാധ്യതകൾ എന്നൊക്കെ പറഞ്ഞു തരിക. അങ്ങനെ നിങ്ങളെ ഒരു മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കരിയർ ഗൈഡൻസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ്, OJT എന്ന് പറയും. ദെൻ എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ, വിദഗ്ധ വ്യക്തികളുമായിട്ടുള്ള സംവാദം. ഫീൽഡ് വിസിറ്റ്, സ്ഥാപനങ്ങൾ പോയി കാണും. എക്സ്പോ, മേളകൾ. NSS, നാഷണൽ സർവീസ് സ്കീം, കരിയർ ഗൈഡൻസ് സെൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സ്കൂളിൽ പ്രവർത്തിച്ച് വരുന്നത്. ഇനി കുറച്ച് പൊതു കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ യൂണിഫോമിനെ കുറിച്ചാണ്. യൂണിഫോം പുതിയ യൂണിഫോമാണ്. യൂണിഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരും. പൈസ സ്കൂളിൽ അടച്ചാൽ പിന്നെ സ്കൂളിൽ നിന്ന് യൂണിഫോം തരുന്നതായിരിക്കും. അത് സ്കൂൾ തുറന്നിട്ടേ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. സ്കൂൾ തുറന്നതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അതാത് ടീച്ചേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങൾ ഇപ്പം വൊക്കേഷണൽ തിയറിക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും ആയിട്ടില്ല. അത് പുതിയ സിലബസൊക്കെ ആയിട്ടേ ഉള്ളൂ. സിലബസായി. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ നോട്ട്സ് ഞങ്ങൾ തരും. ഗ്രൂപ്പിൽ നോട്ട്സ് തരും, ഇതുപോലെ വീഡിയോസ് തരും. അപ്പോൾ അത് നിങ്ങൾ കാണുക. നോട്ട്സ് തരുന്നതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ല. പിന്നെ ബാക്കി എല്ലാത്തിനും ഇംഗ്ലീഷ്, ED, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് എവിടെ നിന്ന് വാങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളത് ടീച്ചർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യാം. ഇനി പഴയ ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളത് കളക്ട് ചെയ്ത് വെച്ചോളൂ. ബുക്കുകളൊന്നും മാറിയിട്ടില്ല. പഴയ ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കാം. പിന്നെ നോട്ട്ബുക്ക്, എല്ലാ സബ്ജക്റ്റിനും ഒരു നോട്ട്ബുക്ക് നിർബന്ധമാണ്. പിന്നെ അതാത് ടീച്ചേഴ്സ് എന്തെങ്കിലും അധികം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങുക. അപ്പോൾ വൊക്കേഷണൽ തിയറിക്ക് എൻ്റെ വിഷയത്തിന് ഒരു കോളേജ് നോട്ട് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. പിന്നെ ഈ ആഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. അന്ന് മുതലേ ഞാൻ നോട്ട്ബുക്കൊക്കെ എഴുതാൻ തരുള്ളൂ നോട്ടിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു 6 നോട്ട്ബുക്ക്, 6 സബ്ജക്റ്റ് നമുക്കുണ്ട്. 6 നോട്ട്ബുക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് പറയാനുള്ള ഡിസിപ്ലിൻ. ഏതൊരു സ്കൂളിൻ്റെയും പോലെ നമ്മളുടെ സ്ഥാപനത്തിനും ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. കൃത്യമായി യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരിക, പങ്ക്ച്വലായിരിക്കണം, കൃത്യസമയത്ത് സ്കൂളിലെത്തുക, റെഗുലറായിരിക്കണം. റെഗുലർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ലീവ് എടുക്കാൻ പാടില്ല. അതൊക്കെ ക്ലാസ് തുടങ്ങിയാൽ നമുക്ക് കൂടുതൽ പറയാം. പിന്നെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 6 സബ്ജക്റ്റിന് 6 ഗ്രൂപ്പുണ്ട്. അതിന് ഡിസിപ്ലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ എങ്ങനെയാണ് നിങ്ങൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പിനും 2 സബ്ജക്ട്സാണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ആ 2 സബ്ജക്റ്റുകളാണ് അന്ന് പഠിപ്പിക്കുകയുള്ളൂ. ആ 2 സബ്ജക്റ്റുകളിൽ മാത്രമേ അന്ന് മെസ്സേജുകൾ വരുള്ളൂ, വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അന്ന് തന്നെ കണ്ട് അന്ന് തന്നെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും അന്ന് പഠിക്കണം. 6 സബ്ജക്റ്റും ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലാവുമ്പോൾ 2 സബ്ജക്റ്റേ ഉള്ളൂ. അത് പെൻഡിങ് വെക്കരുത്. അത് 2 അന്നാന്ന് പഠിക്കുക, വർക്ക് ചെയ്യുക, നോട്ടിലേക്ക് എഴുതുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഏത് ഫോൺ എടുക്കാനും റെഡിയാണ്. അപ്പോൾ ഫോണിൽ വിളിക്കുക, വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഒരു സംശയവും നിങ്ങൾ ബാക്കി വെക്കരുത്, മനസ്സിൽ കൊണ്ടുവയ്ക്കരുത്, അല്ലെങ്കിൽ വർക്കുകളൊന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇനി നെറ്റിൻ്റെ പ്രോബ്ലമോ ഫോണിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കുക.
അല്ലാണ്ട് അതൊക്കെ മറച്ച് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് പറയുക നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പേഴ്സണലി നിങ്ങളെ വിളിക്കും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എല്ലാവരെയും വിളിക്കും. എന്നിട്ട് എനിക്ക് എന്തായാലും പേഴ്സണൽ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പ്രൊഫൈൽ അയക്കുന്നുണ്ട്. ആ പ്രൊഫൈൽ, അതായത് നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതി അയക്കാനുള്ളൊരു സാധനമാണ്. അത് നിങ്ങൾ എന്തായാലും ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് എഴുതി വേറൊരു A4 പേപ്പറിൽ എഴുതി എനിക്ക് അയച്ചു തരണം. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, നിങ്ങളെപ്പറ്റി അറിയാനാണ്. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞു, വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൽ വേറെ ഒരു സൈബർ കുറ്റകൃത്യങ്ങൾ പോലെയുള്ള ഒന്നും ചെയ്യരുത്. ഗ്രൂപ്പിൽ തെറ്റായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയോ റോങ് കമൻസ് ഇടുകയോ ഒന്നും ചെയ്യരുത്. നല്ല കുട്ടികളായി ടീച്ചേഴ്സ് തരുന്ന വർക്ക് തരിക, ചെയ്യുക. ഇനി ഗൂഗിൾ മീറ്റുകളുണ്ടാവും, പാരൻസ് മീറ്റുകളുണ്ടാവും. അതൊക്കെ ഭംഗിയിലായിട്ട് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എത്ര ആൾ കണ്ടു, ആരൊക്കെ നോക്കിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും കാണുക, നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വരും. അപ്പോൾ അത് അതിൽ പറയുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് നമ്മുടെ കോഴ്സിനെ കുറിച്ചും നമ്മുടെ കോഴ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, അതിൽ തിയറി എന്ത്, പ്രാക്ടിക്കൽ എന്ത്, അതിൻ്റെ മാർക്ക്, നമ്മുടെ സ്കൂളിലെ പ്രത്യേകതകൾ, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളും നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് പഠിപ്പിക്കുന്നത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥിയായും നല്ലൊരു ജോലിക്കാരനായിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തു പോകാം. നിങ്ങൾ പിന്നെ ഇത് VHSC എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നും ഇനി നിങ്ങൾക്ക് വേണ്ട. ഒരു ഹയർ സെക്കൻഡറി കോഴ്സിനോടൊപ്പം വളരെ നല്ല ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി നേടിയിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും അംഗീകാരമുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ഗൗരവത്തോടു കൂടി ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളായിട്ട് മാറണം. ഈ 2 കൊല്ലം കൊണ്ട് 2 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യാനുള്ള ഒരാളാണ് എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവണം. ഇപ്പോൾ തന്നെ അതിനുള്ള മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. നിങ്ങൾ ഇപ്പം ഞാൻ ഒരു പിക്ചറിൽ കാണിച്ചില്ലേ ഓഫീസിലിരിക്കുന്ന ആളുകളെ, ആ ഒരു ഓഫീസിലിരിക്കുന്ന ആളാണ് ഞാനും, അങ്ങനെ ഒരാളാവണം എന്നുള്ള ചിന്തയോടുകൂടി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആളുകളാണ്. അത്രയും കഴിവുള്ള ആളുകളാണ്. കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഇനി നിങ്ങൾ നോക്കുകയുണ്ട്, അത് നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കതിനുള്ള ഒരു മനസ്സുണ്ടാവുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ആളായി മാറാൻ, അങ്ങനെ ഒരു എക്സിക്യൂട്ടീവായി മാറാനുള്ളൊരു മനസ്സുണ്ടാവുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ അതാവാൻ ഞങ്ങളെല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരുമിച്ച് യാത്ര തുടരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. നമ്മളുടെ കോഴ്സും നമ്മുടെ സിലബസും എല്ലാ കാര്യങ്ങളും ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു.